സിനഡ് കുർബാന തർക്കം നടന്ന കൊച്ചിയിലെ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ സംഘർഷത്തിന് അയവ് വന്നു എന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സിനഡ് കുർബാന എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പള്ളിയിൽ നിന്ന് ഇപ്പോൾ പിരിഞ്ഞുപോയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയ ശേഷം കുർബാന നടത്തിയാൽ മതി എന്നാണ് പോലീസിന്റെ പക്ഷം. സിനഡ് കുർബാന നടത്തിയാൽ എതിർക്കുമെന്ന നിലപാടിലാണ് മറുപക്ഷവും. അപ്പോൾ നമുക്ക് ഈ അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞങ്ങളെ സംബന്ധിച്ച് സിനഡ് കുർബാന എതിർക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള 300-ൽ കൂടുതൽ പള്ളികളിൽ നടക്കുന്ന ജനാവ കുർബാനയാണ്. ഇവിടെ 10-60 വർഷം കൊണ്ട് നടക്കുന്നത് ജനാവ കുർബാനയാണ്. ആ കുർബാന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ 90% ആൾക്കാരും. ഏതാനും കുറച്ച് ആൾക്കാരും പിന്നെ പുറത്ത് പള്ളികളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഈ കുർബാനയ്ക്കും ഈ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ള അതിരൂപതയിൽ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ച്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് വരുന്ന തീരുമാനമനുസരിച്ച് ഏത് മാറ്റത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇല്ലിസിറ്റ് കുർബാന പള്ളിയിൽ അർപ്പിക്കുന്ന സമയത്ത് അന്നൊരു വികാരിയച്ഛനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസികളും പള്ളിയുടെ കോമ്പൗണ്ടിൽ വന്ന് ഒരു പ്രശ്നത്തിനായിട്ടും വന്നിട്ടില്ല. അന്ന് വരാത്ത ആൾക്കാർ. അപ്പോൾ ഇന്നൊരു അച്ഛൻ മാറി വന്നു. അച്ഛൻ സഭയെ അനുസരിച്ച് മാർപ്പാപ്പ ആവശ്യപ്പെട്ട കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്ന് 8-10 പേര് മാത്രം വന്ന് കുർബാന തടയുന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വികാരിയച്ഛന് കിട്ടിയ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കിട്ടിയ ആ ഒരു ആനുകൂല്യം എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അത് കിട്ടുന്നില്ല? കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. ശ്യാംകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും അവിടെ ഒരു ആശ്വാസകരമായ വാർത്തയാണല്ലോ വന്നത്. അവിടുത്തെ ഒരു ടെൻഷൻ കുറച്ചൊന്ന് ഒഴിഞ്ഞതല്ലേ പറഞ്ഞത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പറയൂ. SKN തീർച്ചയായും കാക്കനാട്ടെ ഈ ദേവാലയത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ആ തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇടപെട്ട് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരെയും എതിർക്കുന്നവരെയും പള്ളിയിൽ നിന്ന് തിരികെ അയച്ചിരിക്കുന്നു. ഇനി കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിട്ട് കുർബാന നടത്തിയാൽ മതി എന്നുള്ളതാണ് പോലീസിന്റെ നിർദ്ദേശം. അത് പള്ളി വികാരി തള്ളിയിരുന്നു. പക്ഷേ ഈ തീരുമാനം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് തീരുമാനം ഇന്ന് വൈകുന്നേരം അറിയിക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഏതായാലും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും തമ്മിലാണ് രാവിലെ പള്ളിയിൽ ഒരു തർക്കമുണ്ടായത്. വികാരിയുടെ മുറിയിൽ കയറി ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ കുർബാന അർപ്പിക്കുന്നത് തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതേ തുടർന്ന് പോലീസ് എത്തുകയും തുടർന്ന് വിശ്വാസികളെ എതിർക്കുന്നവരെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. തിരുവസ്ത്രം പോലും ധരിക്കാതെയാണ് ഏകീകൃത കുർബാന അർപ്പിക്കാനായിട്ട് വികാരി അൾത്താരയിലേക്ക് എത്തിയത്. ഇതാണ് ചെറിയൊരു സംഘർഷത്തിനിടയാക്കിയത്. ഏതായാലും പോലീസിന്റെ കൃത്യസമയത്ത് ഇടപെടലിനെ തുടർന്ന് വിശ്വാസികളെ ക്രമസമാധാന പ്രശ്നമൊന്നും ഉണ്ടാകാതെ പള്ളിയിൽ നിന്നും പറഞ്ഞയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം അറിയിക്കാമെന്നാണ് ഇപ്പോൾ വികാരി അറിയിച്ചിരിക്കുന്നത്. SKN.